പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആൻഡ്രോയിഡ് വിത്ത് 360 ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കിയയുടെ കാരൻസിലാണ്. ഈ ഇൻട്രോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എത്രത്തോളം ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ് ഇന്ന് ആഡ് ചെയ്യുന്നതെന്ന്. ഇതിൻ്റെ ഫിറ്റിംഗ് വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മളിത് റിമൂവ് ചെയ്യുന്നതൊക്കെ കുറച്ച് സ്പീഡിൽ കാണിച്ചു പോകുന്നത്. ഓട്ടോമേക്ക് എന്നുള്ളൊരു പ്രീമിയം ബ്രാൻഡാണ് നമ്മളിന്ന് ഫിറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അതിൻ്റെ ബാക്ക് ബോഡിയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മെറ്റൽ ബോഡിയാണ്. അതുപോലെ തന്നെ ഫാനുണ്ട്. ബാക്കി സെറ്റുകളിലൊക്കെ കൂടുതലും ഫാൻ ഡമ്മിയായിട്ടായിരിക്കും. ഇതിൻ്റെ അകത്ത് ഫാൻ കറക്റ്റായിട്ട് ഹീറ്റ് കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ സിം സ്ലോട്ട്, പിന്നെ സിമ്മിന് അതിൻ്റെ ടവറിനുള്ള ആൻറ്റിന്, അങ്ങനെ ഒരു പ്രീമിയം സെറ്റിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഇത് 360 ഡിഗ്രി ക്യാമറയാണ്. അത് ഓട്ടോമേക്കിൻ്റെ തന്നെയാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം 4 ക്യാമറയാണ് വരുന്നതെന്നും ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡ് ക്യാമറകൾ. അതൊക്കെ ജസ്റ്റ് നമ്മളെല്ലാ വീഡിയോയിലും ഓൾറെഡി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞായിരുന്നു. സ്റ്റീരിയോ ഒക്കെ ഫിറ്റ് ചെയ്തായിരുന്നു. ഇതിന് ബാക്കി എല്ലാം പ്ലഗ് ആൻഡ് പ്ലേ ആണ്. വേറെ വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. എല്ലാത്തിനും കപ്ലറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് 4 GB റാമാണുള്ളത്. പിന്നെ റോം വന്നിട്ട് നമുക്ക് 64 GB റോം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പെൻഡ്രൈവിൻ്റെ സഹായം ഇല്ലാതെ തന്നെ ഫയലുകളൊക്കെ നമുക്ക് ആവശ്യം പോലെ അതിൻ്റെ അകത്ത് കീപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ 4 GB റാം ഉള്ളതുകൊണ്ട് എൻ്റെ 360 ക്യാമറയുടെ ഫങ്ഷൻസ് ആണെങ്കിലും ബാക്കി ഓവറോൾ പെർഫോമൻസും നല്ല രീതിയിൽ തന്നെ ആയിരിക്കും. ഇൻഡിക്കേറ്ററൊക്കെ ഇടുമ്പോഴുള്ള ഡിലേകൾ, അതുപോലെ റിവേഴ്സ് ചെയ്യുമ്പോഴുള്ള ഡിലേ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ 4 GB റാമിൻ്റെ ഗുണം നമുക്ക് കാണാൻ പറ്റും. നമുക്കിപ്പം എല്ലാ വർക്കും കഴിഞ്ഞ് കാലിബ്രേഷൻ കഴിഞ്ഞിട്ടുള്ളൊരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ഡ്രൈവിംഗ് വീഡിയോ ആണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് വെളിയിൽ ഇറക്കി നോക്കുകയാണ്. കണ്ടോ, അപ്പോൾ ഇൻ്റർലോക്കൊക്കെ കാണുന്ന രീതിയൊക്കെ നമുക്ക് ഇതിപ്പോൾ മൊബൈലിലായിട്ട് കൂടി ഇത്രയും ക്ലാരിറ്റി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നേരിട്ട് അതിൻ്റെ ഇരട്ടി ക്ലാരിറ്റി ആയിരിക്കും. അല്ല, റിവേഴ്സൊക്കെ നമുക്ക് എത്രത്തോളം നമുക്ക് നല്ല രീതിയിൽ ഒരാളെ സഹായമില്ലാതെ നമുക്ക് ഏത് ഊട് വഴി കൂടെ നമുക്ക് പോവാം ഈ ഒരു ക്യാമറ ഉണ്ടെങ്കിൽ. അതുപോലെ ഇതിപ്പോൾ കിയ കാരൻസ് ആയതുകൊണ്ട് നമ്മളിപ്പോൾ അതിൻ്റെ തന്നെ ഒരു പിക്ചർ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഒരുവിധപ്പെട്ട എല്ലാ വാഹനത്തിൻ്റെയും ആ ഫോട്ടോ അതേ രീതിയിൽ തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് വരും. അതുപോലെ ഡിസ്പ്ലേയും QLED ഡിസ്പ്ലേയാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് വീഡിയോകളായാലും 4K റെസൊല്യൂഷനുള്ള വീഡിയോ വരെ നമുക്ക് ഒരു കുഴപ്പമില്ലാതെ, ഒരു സ്ലോ പോലും ഇല്ലാതെ കാണാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടായിരിക്കും. ഇത് ഏത് വാഹനത്തിലും നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാനും പറ്റും. എന്തുണ്ടെങ്കിലും നമുക്ക് വഴി നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്തും ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇനി മറ്റൊരു വാഹനത്തിൻ്റെ വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.